T20 ക്രിക്കറ്റ് ഭയങ്കര ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം റീസെൻറ്റ് IPL മാച്ചസ് ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പാക്ട് പ്ലെയർ റൂള് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ബാറ്റിംഗ് ഫ്രണ്ട്ലി ഒരു പോക്കായിട്ടാണ് പോകുന്നത് അതെ, ചെയ്യുന്നത്. 90% മത്സരങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹൈ സ്കോർ ആ ഒരു ആണ്. പണ്ടത്തെ ഒരു ആവേശവും ഒരു ഇതും ഇല്ല നമ്മൾ ഇപ്പോൾ IPL കാണുന്ന സമയത്ത്. സോ അവിടെ സച്ചിനും ഗ്രേഗ് ചാപ്പലും കുറച്ച് നയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സച്ചിൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മൊത്തം 6 ഓവറാണല്ലോ പവർ പ്ലേ. അതിൽ 4 ഓവർ മാൻഡേറ്ററി ആയിട്ട് ആദ്യം എടുക്കുക, അതിനുശേഷം 2 ഓവേഴ്സ് ക്യാപ്റ്റൻസ് ചൂസ് ചെയ്യുക, ബോളിംഗ് ടീമിൻ്റെ ക്യാപ്റ്റൻ ചൂസ് ചെയ്തിട്ട് ബോളിംഗ് അഡ്വാൻറ്റേജ് വരുന്ന സമയത്ത് അത് ഒരു എക്സ്ട്രാ ഫീൽഡറിനെ ആഡ് ചെയ്തിട്ടും അങ്ങനെ പുറത്തെടുക്കുക എന്നുള്ളതാണ് അവിടെ സച്ചിൻ പറയുന്നത്. അതൊരു കണക്കിന് ബോളിംഗ് ടീമിന് കുറച്ച് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പോൾ പിച്ചുകൾ വരുന്നത്. ഇത് കാരണം ഈ ഇമ്പാക്ട് പ്ലെയർ റൂളൊക്കെ കാരണം ഇപ്പോൾ ഓൾറൗണ്ടേഴ്സിന്റെ ഒരു വാല്യൂ ഭയങ്കര താണിട്ടുള്ളത്. അതെ, മൊത്തത്തിൽ ഏത് ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓൾറൗണ്ടർമാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ ഇമ്പാക്ട് പ്ലെയർ റൂളിനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഇവർ മാത്രമല്ല സംസാരിക്കുന്നത്, നമ്മളെല്ലാവരും ഈ റൂള് വേണ്ടാന്നുള്ള അഭിപ്രായത്തിലാണ് ഈ ക്രിക്കറ്റ് ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറയാറ്. അതോടൊപ്പം തന്നെ ഗ്രേഗ് ചാപ്പൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഞാൻ ഒന്ന് പുള്ളി പറയുന്നത് പിച്ചിൽ മിനിമം ഒരു 3 mm ഗ്രാസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇങ്ങനെ ഗ്രാസ് മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളേഴ്സിന് കുറച്ചും കൂടെ ഇത് പിച്ച് ഫ്രണ്ട്ലി ആവും. അതായത് ഇനീഷ്യൽ ഓവേഴ്സിൽ നല്ല സീ മൂവ്മെന്റ് കിട്ടും. അപ്പോൾ ടെക്നിക്കലി ബെറ്റർ അല്ലാത്തൊരു ബാറ്റർക്ക് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ പവർ ഹീറ്റിംഗ് അധികം സാധിക്കില്ല അവിടെ. അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ആ 3 mm ഗ്രാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടീസും കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് BCCI ഇപ്പോൾ ലൈക്ക് ബാറ്റിംഗ് ഫ്രണ്ട്ലി മാത്രം പിച്ചസ് ഒരുക്കുന്നതെന്നാണ് അല്ല, ബോളേഴ്സ് ഓൾറൗണ്ടേഴ്സ് ഇവരൊക്കെ ഇങ്ങനെ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് പിച്ച് തന്നെ വേണം. അതായത് ഇപ്പോൾ ബാറ്റ് ആൻഡ് ബോൾ ബാലൻസ് എന്നാണ് ഇവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അത് ഉണ്ടായെങ്കിൽ ക്രിക്കറ്റിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. T20 ക്രിക്കറ്റ് ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വിക്കറ്റ് എന്നുള്ളത് 6 വിക്കറ്റായിട്ട് ചുരുക്കണമെന്നാണ്. പക്ഷെ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ശരിക്കും പറഞ്ഞാല്. കാരണം പണ്ടേ ക്രിക്കറ്റ് ഇതുപോലെ 10 വിക്കറ്റിൽ തുടർന്ന് പോകുന്ന തന്നെയല്ലോ. പക്ഷെ അത് ചുരുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പിച്ചിങ് എവിടെ ആണെങ്കിലും പിച്ചിങ് എവിടെ ആണെങ്കിലും സ്റ്റമ്പിലേക്ക് വരുന്ന ബോളുകൾ ഔട്ടായിട്ട് കൊടുക്കണം. LBWയിൽ പിച്ചിങ് ഔട്ട് സൈഡ് നോക്കണ്ട, സ്റ്റമ്പിലേക്ക് വരുന്ന ബോളുകൾ ഔട്ടായിട്ട് കൊടുക്കണമെന്നാണ് പുള്ളി പറയുന്നത്. മിനിമം ബൗണ്ടറീസ് ഒരു 75 മീറ്റർ ടു 80 മീറ്റർ ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയും വലിയ അടികളും കാര്യങ്ങളൊന്നും വരില്ല. അത് രണ്ട് ടീമിനും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ക്വാളിറ്റിയുള്ള ജീവിതം. സംഭവം ബാറ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇത് അടിപൊളി കാര്യം തന്നെയാണ്. പക്ഷെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ബാക്കി ഉള്ള ആൾക്കാരാണ്, ബോളേഴ്സ്, ഓൾറൗണ്ടേഴ്സ്, ലൈക്ക് അങ്ങനെ നമുക്ക് ബോളേഴ്സും ബാറ്റേഴ്സും ഓൾറൗണ്ടേഴ്സും എല്ലാം വേണം ക്രിക്കറ്റിൽ. ഇവരൊക്കെ കൂടി ഉണ്ടെങ്കിലേ ക്രിക്കറ്റിന് ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ.